ഹരേ കൃഷ്ണ. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. ധർമ്മ പ്രോജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തക്ഷണാത്. ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു അതൊരു ധ്യാന ശ്ലോകമായിരുന്നു. ഇനിയും ഈ ഒരു ശ്ലോകത്തിൽ ഭാഗവതത്തിൻ്റെ വൈഭവത്തെയാണ് പ്രകാശിപ്പിക്കുന്നത്. ഭാഗവതം എന്ന് പറയുന്നത് തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലുള്ള ഒരു ഭക്തിയാണ്. ആ ഭക്തിയുടെ മഹത്വം കൊണ്ട് ഭഗവാൻ വളരെ എളുപ്പം തന്നെ തൻ്റെ ഭക്തനോടൊപ്പം കൂടുന്നു, അല്ലെങ്കിൽ തൻ്റെ ഭക്തനെ തന്നോടൊപ്പം ചേർക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞു തരുന്നത്. ധർമ്മ പ്രോജിത കൈതവോത്ര പരമോ. ധർമ്മ എന്ന് പറഞ്ഞാൽ ധർമ്മം എങ്ങനെയുള്ളത്? പരമോ എന്നാ പറഞ്ഞ പരമമായ ധർമ്മം, ഉത്കൃഷ്ടമായ ധർമ്മം ഇവിടെ പറയപ്പെട്ടിരിക്കുന്നു. പ്രോജിത കൈതവോത്ര, പ്രോജിത കൈതവഃ അത്ര, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. പ്രോജിത കൈതവോത്ര, അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോജിത കൈതവഃ, കാപട്യമില്ലാത്തതായിട്ടുള്ള, കൈതവം എന്ന് പറഞ്ഞാൽ കാപട്യം, കള്ളം. പ്രോജിത കൈതവ എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്തതായിട്ടുള്ള, കാപട്യമില്ലാത്തതായിട്ടുള്ള ഉത്കൃഷ്ടമായ ധർമ്മത്തെയാണ് ഇവിടെ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുകയാണ്. നിർമ്മത്സരാണാം സതാം, നിർമ്മത്സരാണാം. ഇനി ഈ ധർമ്മം അനുഷ്ഠിക്കുന്നത് ആരാണ്? ആരോട് ചേർന്നിട്ടാണ് ഇതുപോലെ ഒരു ധർമ്മം നിലനിൽക്കുന്നത്? കൈതവമില്ലാത്തതായിട്ടുള്ള ഒരു ധർമ്മം ആരാണ് എന്നാണ് പറയുന്നത്. നിർമ്മത്സരാണാം, മാത്സര്യ ബുദ്ധി ഇല്ലാത്തവരായിട്ടുള്ളവരിലാണ് ഇങ്ങനെയുള്ള ഒരു കളങ്കമില്ലാത്ത ധർമ്മബോധം നിലനിൽക്കുന്നത്. മാത്സര്യ ബുദ്ധി വന്നു കഴിയുമ്പോൾ തനിക്ക് മാത്രം കേമനാകണം, താനാണ് ഏറ്റവും മികച്ചു നിൽക്കേണ്ടത് എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ തോന്നുന്ന ഒരു കുബുദ്ധി, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ വലിച്ചു കൊണ്ടുപോകും. നമ്മുടെ കർമ്മങ്ങൾ ആ രീതിയിലായിട്ട് മാറുന്നു. എനിക്കാകണം ഇതിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാനം വരേണ്ടത് എന്ന് കണ്ടാൽ ഞാൻ ആദ്യം നോക്കുക എന്നേക്കാൾ മികച്ചതാവാൻ കഴിവുള്ളവരെ ഇകഴ്ത്തുക എന്നുള്ളതാണ്. അവരെ ഇകഴ്ത്തിയെങ്കിലേ എനിക്ക് മുകളിൽ കയറാൻ കഴിയൂ. അതുകൊണ്ടാണല്ലോ എനിക്ക് അവരോടൊപ്പം എത്താൻ കഴിവില്ലാത്തത് കൊണ്ടാണ് അവരെന്നേക്കാൾ മികച്ചു നിൽക്കുന്നത്. അപ്പോൾ അവരെക്കാൾ മുൻപിൽ ഞാൻ എത്തണമെങ്കിൽ എൻ്റെ ഉള്ളിൽ അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഒരു കൈതവം എന്ന് പറയുന്ന അവരെ എന്നേക്കാൾ ഇകഴ്ത്തിയാൽ മതി, ഞാൻ വലുതാകുമെന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഈ ഒട്ടും തന്നെ മാത്സര്യ ബുദ്ധി ഇല്ലാത്തവർ, ഇത് എല്ലാ മേഖലകളിലും ഇതാണ് നടക്കുന്നത്. ഈ ഒരു മാത്സര്യ ബുദ്ധി വരുന്നിടത്താണ് എനിക്ക് മുന്നേറണം, അല്ലെങ്കിൽ എനിക്ക് മാത്രമാകണം അത് എന്ന് ചിന്തിക്കുന്നിടത്ത്, ഞാൻ ഉയരണം എന്ന് ചിന്തിക്കുന്നതും ഞാനാകണം ഏറ്റവും മുകളിൽ എന്ന് ചിന്തിക്കുന്നതും രണ്ടും രണ്ടാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഉയർച്ചകൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ആ ഉയർച്ച നമ്മുടെ കഴിവിനെ വികസിപ്പിച്ചെടുത്ത് നമ്മുടെ അറിവ് കൂടുതൽ നേടി വേണം നമ്മൾ ഉയരുവാനായിട്ട്. അതിന് നമ്മൾ പരുവപ്പെടുത്തുവാണ് വേണ്ടത്. ഇവിടെ മാത്സര്യബുദ്ധി വന്നു കഴിയുമ്പോൾ തന്നേക്കാൾ കേമനായിട്ട് ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ ഏതു പ്രകാരത്തിലും തനിക്ക് കേമൻ എന്ന സ്ഥാനം വരുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നേക്കാൾ കേമനായിട്ടുള്ളവരെയൊക്കെയും ഇകഴ്ത്തിക്കൊണ്ട് തൻ്റെ
മേൽക്കോയ്മ അവിടെ നിലനിർത്താൻ ശ്രമിക്കും. അതാണ് സാധാരണ രീതിയിൽ ഈ കലിയുഗത്തിൽ പൊതുവെ മനുഷ്യരിൽ കാണുന്നതായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ അതുകൊണ്ടാണ് പറഞ്ഞ അങ്ങനെ ഒരു കൈതവ ബുദ്ധി ഇല്ലാത്ത, മാത്സര്യ ബുദ്ധി ഇല്ലാത്തതായിട്ടുള്ള ഉത്കൃഷ്ടമായ ധർമ്മം അതാരാ ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ മാത്സര്യ ബുദ്ധി ഇല്ലാത്തവരായിട്ടുള്ള നിർമ്മത്സരാണ സതാം സത്തുക്കള്, അങ്ങനെയുള്ള സത്തുക്കളാണ്. ആ സത്തുക്കളുടെ ഉത്കൃഷ്ടമായ ധർമ്മത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം. വേദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയപ്പെടുവാൻ യോഗ്യമായിട്ടുള്ളത് വാസ്തവമത്ര. വാസ്തവം അത്ര, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വാസ്തവമത്ര. വാസ്തവം എന്ന് പറഞ്ഞാൽ സത്യമായിരിക്കുന്നത്. സത്യം എന്ന് പറഞ്ഞാൽ എന്നും ഒരേ രീതിയിൽ നിലനിൽക്കുന്നതാണ് സത്യം എന്ന് പറയുന്നത്. സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനും അനുനിമിഷം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ചിന്തയിലായിക്കോട്ടെ, കർമ്മത്തിലായിക്കോട്ടെ, നമ്മുടെ ഭൗതികമായ കാഴ്ചയിലായിക്കോട്ടെ, എല്ലാത്തിലും അനുനിമിഷം മാറ്റങ്ങൾ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഈ മാറ്റങ്ങൾ ഇല്ലാത്തതായിട്ടുള്ളത് സൃഷ്ടിക്ക് അതീതമായ ഒരു ശക്തി. ആ ശക്തിക്ക് ഈ മാറ്റങ്ങൾ വിഷയമല്ല. കാരണം ഈ മാറ്റങ്ങൾ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തനിക്ക് തൻ്റെ നിലനിൽപ്പിലേക്ക് തന്നെ എത്തിക്കുന്നതിന്, ആ നിലനിൽപ്പിൻ്റെ ഒടുവിൽ ക്ഷയത്തിലേക്ക് തന്നെ നയിക്കുന്നതിന്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മാറ്റങ്ങൾ വരുന്നത്. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളുടെ എണ്ണം അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഇവിടെ ജീവിക്കുവാൻ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി, നടക്കുവാൻ പ്രാപ്തരാക്കുന്നു, അത് കഴിഞ്ഞ് സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാൻ, അങ്ങനെ അങ്ങനെ ഓരോരോ തരത്തിൽ. പിന്നെ ബുദ്ധിവികാസം വരുന്നു. അവിടെയും ഒക്കെ ഈ കോശങ്ങളുടെ എണ്ണം കൂടി വന്ന് നമ്മളെ ഉദ്യോഗസ്ഥരാക്കുന്നു, അല്ലെങ്കിൽ മറ്റു തരത്തിൽ ജീവിക്കാൻ പ്രാപ്തരാക്കുന്നു. ഒടുവിൽ ആ പ്രാപ്തരാക്കിയ നമ്മളെ പതിയെ ക്ഷയത്തിലേക്ക് നയിക്കുന്നതും ഈ തുടക്കത്തിലുണ്ടായ മാറ്റമാണ്. അവിടെയും മാറ്റം വരുന്നുണ്ട്. കൂടി വരുന്ന കോശങ്ങൾക്ക് നാശം സംഭവിച്ചു തുടങ്ങുന്നുണ്ട്. നമ്മൾ ക്ഷയത്തിലേക്ക്, മരണത്തിൻ്റെ വായിലേക്ക് നടന്നു കയറുമ്പോൾ ഓരോ കോശങ്ങൾക്കും അതിനുള്ള യാത്ര ഏകദേശം ഒരു മധ്യവയസ്സ് മുതൽ തുടങ്ങുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ അവിടെ ക്ഷയവും സംഭവിച്ചു തുടങ്ങുന്നു. അഥവാ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ചരാചരങ്ങൾക്കും സൃഷ്ടിക്കപ്പെടുന്ന നിമിഷം മുതൽക്ക് ഈ ജീവൻ ഉപേക്ഷിക്കുന്നത്, ഈ ശരീരം ഉപേക്ഷിക്കുന്നത് വരെ, പ്രാണൻ ഈ ശരീരം ഉപേക്ഷിക്കുന്നത് വരെ ആ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഇതൊന്നും തന്നെയും വാസ്തവമല്ല, അല്പകാലത്തേക്ക് വന്നു പോകുന്ന ഒന്നാണ് സൃഷ്ടിക്കപ്പെട്ടവയൊക്കെ. ജലത്തിലെ കുമിളകൾ പോലെ ഏതാനും കുറച്ച് സമയത്തേക്ക് വരുന്നു പോകുന്നു, അങ്ങനെയുള്ള നിത്യമല്ലാത്ത ഒന്നാണ് ഓരോ ചരാചരവും. അപ്പോൾ അതൊക്കെ അവാസ്തവങ്ങളാണ്. അപ്പോൾ വാസ്തവമായിട്ടുള്ളത്, സത്യമായിരിക്കുന്നത് ആ പരബ്രഹ്മ ചൈതന്യം ഒന്ന് മാത്രമാണ്. അതാകട്ടെ അതിൻ്റെ കാര്യം ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുന്നു. വസ്തു ശിവതം താപത്രയോന്മൂലനം. അത് വസ്തുവാണ് എന്ന് പറഞ്ഞു. വാസ്തവമാണ്, വസ്തുവാണ്. വസ്തു എന്ന വാക്ക് തത്വം എന്ന അർത്ഥത്തിലും ആ ഒരു തത്വം മാത്രമാണുള്ളതെന്നും അങ്ങനെയും നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അതുമല്ല എങ്കിൽ അവസ്തുക്കളായിട്ടുള്ളവയിൽ നിന്നും, അല്ലെങ്കിൽ അവസ്തുക്കളൊക്കെ ഏതൊന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അത് വസ്തു. അവസ്തു എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നിത്യമല്ലാത്തതൊക്കെ അവസ്തു. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ടവയൊക്കെ അവസ്തു. അതൊക്കെ ഏതൊന്നിൽ നിന്നാണോ ഉണ്ടാകുന്നത് അത് വസ്തു. അപ്പോൾ എന്നും നിലനിൽക്കുന്ന സത്യമായിട്ടുള്ള വസ്തുവായിട്ടുള്ള ശിവതം. ശിവതം എന്നാൽ ശിവത്തെ പ്രദാനം ചെയ്യുന്നത്, മംഗളം നൽകുന്നതായിട്ടുള്ളത്. അപ്പോൾ ആ പരബ്രഹ്മ ചൈതന്യത്തിൻ്റെ വിശേഷണങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വേദ്യമാണ്, അതായത് അറിയപ്പെടുവാൻ യോഗ്യമായിട്ടുള്ളതാണ്. വാസ്തവമാണ്,
വസ്തുവാണ്, ശിവതമാണ്. അതാണ് മംഗളത്തെ പ്രദാനം ചെയ്യുന്നത്. കഴിഞ്ഞില്ല. താപത്രയോന്മൂലനം, താപത്രയങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതാണ്. 3 തരത്തിലുള്ള ദുഃഖങ്ങളെയും താപങ്ങളെയും വേരോടെ തന്നെ നശിപ്പിക്കുന്നതുമായിട്ടുള്ള ആ തത്വം, ആ സത്യം, ആ വസ്തു. ഇവിടെ 3 തരത്തിലുള്ള ദുഃഖങ്ങൾ എന്ന് പറയുമ്പോൾ ആധിഭൗതികം, ആധിദൈവികം, ആധ്യാത്മികം, ഇങ്ങനെ 3 തരത്തിലാണ് ഈ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ചരാചരങ്ങൾക്കും ഈ 3 തരത്തിലുള്ള ദുഃഖങ്ങളേ ഉണ്ടാവുന്നുള്ളൂ. ഇതല്ലാതെ മറ്റൊരു ദുഃഖമില്ല. ഇനി ആധിഭൗതികം എന്ന് പറഞ്ഞാൽ മറ്റു ഭൂതങ്ങളിൽ നിന്നും മറ്റ് സൃഷ്ടിക്കപ്പെട്ട ചരാചരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നേരിടേണ്ടി വരുന്ന ദുഃഖങ്ങൾ, അവ മൂലം നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ. ചിലപ്പോൾ അവർ നമ്മളെ ദ്രോഹിക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ അവയുടെ സങ്കടം കണ്ടിട്ട് നമുക്കുണ്ടാകുന്നതാകാം. ഏത് തരത്തിലായാലും മറ്റു ഭൂതങ്ങൾ നിമിത്തമായി നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളെയാണ് ആധിഭൗതികം എന്ന് പറയുന്നത്. ഇനി ആധിദൈവികം എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഒരു തരത്തിൽ നോക്കിയാൽ ഒന്നും തന്നെ നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങൾ തീർത്തുമല്ല. അതിന് ഒരു ഉദാഹരണമാണ് പ്രപഞ്ച ദുരന്തങ്ങൾ. ഇപ്പോൾ പ്രളയം, ഇടിമിന്നൽ, അതേപോലെ ഭൂമി ഇടിഞ്ഞു വീഴുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഈ ഉരുൾപൊട്ടൽ തുടങ്ങിയിട്ടുള്ള പ്രാപഞ്ചികമായ ദുരന്തങ്ങളൊന്നും തീർത്തും തന്നെ നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇതും മൂലവും നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകാം. പിന്നെ ഒന്ന് ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖം. ആ ചിന്തകൾ എന്ന് പറയുമ്പോൾ വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള എല്ലാ ചിന്തകളും നമ്മൾ ഉള്ളിലേക്ക് എടുക്കാറുണ്ട്. ചിലപ്പോൾ അതിൽ ദോഷകരങ്ങളായിട്ടുള്ള ചിന്തകളും വരാം. അറിയാതെയെങ്കിലും നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഒരു മാത്സര്യ ബുദ്ധി ഉള്ളിൽ കയറിയാലും മറ്റുള്ളവരെ എങ്ങനെ ഇകഴ്ത്താം എന്ന് ചിന്തിക്കുന്ന ഒരു നെഗറ്റീവ് തോട്ട്സും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാം. അതുമല്ല എങ്കിൽ തന്നെയും ചിലപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെയുള്ള ചിന്തകൾ, നമ്മൾ ശാരീരികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളാകാം. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ നേരിടേണ്ടി വരുന്ന ദുഃഖങ്ങൾ. ഈ 3 തരത്തിൽ മാത്രമേ ദുഃഖങ്ങൾ ഉള്ളൂ. അത് സൃഷ്ടിക്കപ്പെട്ട എല്ലാ ചരാചരങ്ങൾക്കും. അപ്പോൾ അങ്ങനെ ഈ 3 തരത്തിലുള്ള ദുഃഖങ്ങളെയും വേരോടെ നശിപ്പിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഉന്മൂലനം ചെയ്യുന്നവയാണ്. അങ്ങനെയുള്ള ആ ശക്തിയാണ് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ. ശ്രീമദ് ഭാഗവതേ, ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിൽ മഹാമുനികൃതേ, മഹാമുനിയാൽ സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള, വ്യാസഭഗവാനാൽ രചിക്കപ്പെട്ടതായിട്ടുള്ള ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിൽ കിം വാ പരൈരീശ്വര. കിം എന്ന് പറഞ്ഞാൽ എന്ത്, അതായത് എന്തു ഫലമാണ്. പരൈരീശ്വര, പരൈ ഈശ്വര, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പരൈരീശ്വര. പരൈ എന്ന് പറഞ്ഞാൽ മറ്റുള്ളത്, മറ്റുള്ളവയാൽ എന്തു ഫലമാണ്. ഈശ്വര എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ആ ഭഗവാൻ. സദ്യോ ഹൃദ്യ അവരുദ്ധ്യതേത്ര കൃതിഭി. സദ്യ, പെട്ടെന്ന് തന്നെ. ഹൃദ്യ അവരുദ്ധ്യതേത്ര, ഹൃദി അവരുദ്ധ്യതേ അത്ര, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഹൃദ്യ അവരുദ്ധ്യതേത്ര. ഹൃദി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ മനസ്സിൽ. അവരുദ്ധ്യതേ, അവരോധിക്കപ്പെടുന്നു, ഉള്ളിൽ കുടിയിരിക്കുന്നു. ഭഗവാൻ എളുപ്പം ഉള്ളിൽ പ്രവേശിക്കുന്നു. അത്ര എന്നാൽ ഇതിൽ. അപ്പോൾ ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥം ആ മഹാമുനിയാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ ഭാഗവത ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് തന്നെ മാത്സര്യബുദ്ധി ഇല്ലാത്ത സത്തുക്കളുടെ
കാപട്യം കളഞ്ഞ ഉത്കൃഷ്ടമായ ധർമ്മത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, സത്യമായിരിക്കുന്നതും അതേപോലെ തന്നെ മംഗളത്തെ നൽകുന്നത്, അറിയുവാൻ യോഗ്യമായിട്ടുള്ളത്, താപത്രയങ്ങളെ മുഴുവൻ ഉന്മൂലനാശം വരുത്തുന്നത്, അങ്ങനെയുള്ള വാസ്തവമായിട്ടുള്ള ആ തത്വം ഇതിൽ പറയപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതത്തെ വിട്ടിട്ട് മറ്റുള്ള എന്തിനെങ്കിലുമൊക്കെ ആശ്രയിക്കുന്നത് കൊണ്ട് എന്തു ഫലമാണ് ഉണ്ടാകുന്നത്? അതേസമയം ഇതിനെ ആശ്രയിച്ചാൽ, ഈ ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിച്ചാൽ ഉടനെ തന്നെ സദ്യഃ ഹൃദി അവരുദ്ധ്യതേ, ഉടനെ തന്നെ ഭഗവാൻ, ഇതിൽ കുടികൊള്ളുന്ന ഭഗവാൻ, സത്യമായിട്ടുള്ള വസ്തുവായിട്ടുള്ള വാസ്തവമായിട്ടുള്ള ശിവതമായിട്ടുള്ള ആ ഭഗവാൻ അപ്പോൾ തന്നെ ആ ഭക്തന്റെ ഹൃദയത്തിൽ കുടിയേറുന്നു, അവരോധിക്കപ്പെടുന്നു. അത്ര കൃതിഭി എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്തവരായിട്ടുള്ള ആളുകൾ, സുഹൃത്തികളായിട്ടുള്ള ആളുകൾ, ശുശ്രൂഷുഭിസ്തക്ഷണാത്, ശുശ്രൂഷുഭിഹി തതക്ഷണാത്. ശുശ്രൂഷുഭി എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കളില്ല. അപ്പോൾ ഇത് കേൾക്കുവാൻ ആഗ്രഹം വരണമെങ്കിൽ തന്നെ അവർ ധാരാളം പുണ്യം ചെയ്തവരാകണം, സുഹൃത്തികളാകണം. അങ്ങനെയുള്ള സുഹൃത്തികളായിട്ടുള്ള ഇത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളിൽ തക്ഷണം, ആ ക്ഷണത്തിൽ തന്നെ, അപ്പോൾ തന്നെ ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ അവരോധിക്കപ്പെടുന്നു. ഭഗവാൻ ഹൃദയത്തിൽ കുടിയിരുന്നാൽ പിന്നെ നമുക്ക് എന്താണ്, പിന്നെ വേറെ എന്താ വേണ്ടത്? അതുകൊണ്ടാണ് ചോദിച്ചാൽ, വേറെ മറ്റുള്ളതിൻ്റെയൊക്കെ പിന്നാലെ പിന്നെ എന്തിനാണ് പോകുന്നത്? ഇതൊന്ന് തന്നെ മതി. അത്രമാത്രം മഹത്തരമായിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം. ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന വിഷയം നമ്മളൊക്കെ തേടി അലയുന്നത് യാതൊന്നിനെയാണോ അത് തന്നെ ആയതുകൊണ്ട് ഇതൊന്നിനെ സ്വീകരിച്ചാൽ തേടി അലയുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ വന്ന് കുടിയിരിക്കും എന്നിവിടെ ഉറപ്പ് തരികയാണ് ആദ്യമേ അങ്ങോട്ട്. രണ്ടാമത്തെ ശ്ലോകമായതേ ഉള്ളൂ. അപ്പോഴേ തന്നെ നമ്മളോട് പറയുന്നു, അങ്ങനെയുള്ള ഇത് കേൾക്കണമെന്നാഗ്രഹിക്കുന്നവർ പോലും സുഹൃത്തികളാണ്. അങ്ങനെയുള്ള പുണ്യവാന്മാരായിട്ടുള്ള സജ്ജനങ്ങളുടെ ഉള്ളിൽ ആ ക്ഷണത്തിൽ തന്നെ, അത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ക്ഷണത്തിൽ തന്നെ ഭഗവാൻ ഉള്ളിൽ കയറി കുടിയിരിക്കുന്നു. അപ്പോഴോ ഇത് കേൾക്കുവാനുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയും ചെയ്യും ഭഗവാൻ. നമ്മുടെ ഉള്ളിൽ ഇത് കേൾക്കണം, അറിയണം, പഠിക്കണം എന്നുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള വിചാരമാണെങ്കിൽ ഭഗവാൻ നമ്മളെ അതിന് അനുയോജ്യമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അത് കേൾക്കുന്നതിനുള്ള മാർഗം ഭഗവാൻ നമുക്ക് വഴി തെളിച്ചു തരികയും ചെയ്യും. കാരണം ഭഗവാൻ അറിയാം ഇത് കേൾക്കുവാൻ കൊതിച്ചിരിക്കുന്നവരാണ് ഈ പുണ്യാത്മാക്കളെന്ന്. ഭഗവാൻ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ തന്നെയാണ് പിന്നെ ഡയറക്ഷൻ തരുന്നത്. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എവിടേക്ക് എത്തണം, എല്ലാം ഭഗവാൻ നിശ്ചയിച്ച് പിന്നെ നമ്മളെ അവിടെ കൊണ്ടെത്തിക്കും എന്ന് പറയുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ധർമ്മ പ്രോജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ധർമ്മ അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെയാണ് കൃതിഭി, പരൈരീശ്വര, അവിടെയൊക്കെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ
പ്രോജിത കൈതവോത്ര, കൈതവോത്ര, കൈതവഹ അത്ര ആണ്. അവിടെ വിസർഗമുണ്ട്, പക്ഷെ അതങ്ങനെ പദം പിരിക്കണ്ട. കൈതവോത്ര ഒകാരം എന്ന് നീട്ടിയെടുത്താൽ മതിയാകും. അതുപോലെ വാസ്തവമത്ര, വാസ്തവം അത്ര ആണ്. മായുടെ അകാരം ശ്രദ്ധിക്കുക. പിന്നെ പരൈരീശ്വര, അവിടെ വിസർഗമുണ്ട്, അത് ശ്രദ്ധിക്കണം. അതേപോലെ പരൈ ഈശ്വര ആണ്. രായുടെ ഇകാരം നീട്ടിയെടുക്കുക. അടുത്തത് ഹൃദയ അവരുദ്ധ്യതേത്ര, ഹൃദി അവരുദ്ധ്യതയാണ്. ദ്യ എന്ന അക്ഷരത്തിൻ്റെ അകാരം ശ്രദ്ധിച്ചു വായിക്കുക. അതുപോലെ അവരുദ്ധ്യതേത്ര ഇടയ്ക്ക് വിശ്ലേഷണമുള്ളത് കൊണ്ട് എകാരം നീട്ടിയെടുക്കുക. കൃതിഭി, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ശുശ്രൂഷുഭിസ്തക്ഷണാത്, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. പദം പിരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്കത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.